ഈ കാണുന്നതാണ് അസീസ്, കൂടാളിയാണ്. ഈ ഇരിപ്പ് കാണുമ്പോൾ തന്നെ വളരെയധികം സങ്കടം തോന്നുന്നു. 2 മാസമായിട്ട് പിന്നെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ തിരിക്കുമ്പോ ഇവിടുത്തെ എല്ല് പോയിന് ചങ്ക് മേലോട്ട്. ഇപ്പൊ അനക്ക് മാത്രം വെള്ളക്കാർഡാന്ന്. അനക്ക് അരി കിട്ടുന്നില്ല. 10 രൂപക്ക് 200 വില 200 അരിയെ കിട്ടും. വാങ്ങിയിട്ടാണ് കഞ്ഞി കുടിക്കുന്നു. ഫുള്ള് വേദന. ബസ്സിന് വില വെച്ച് കൊറേ കാലായി. പിന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പൊ കാണിക്കാൻ പൈസ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് എടുത്തിട്ട് ഇത് 10 രൂപ 2 രൂപയും തന്നിട്ട് എങ്ങനെ ആകാനാ? അതിലെടുക്ക് പൈസ എല്ലാം കാട്ടുകൊണ്ട് പോയി. എല്ലാം അടിച്ച് പൊളിച്ച് പോലീസെല്ലാം വന്നു. ഇതെല്ലാം ഒറ്റയടിക്ക് അതാണ് ഇവിടെ ഇത് എല്ല് പൊട്ടി. ആടെ വലിയാവിലേക്ക് പോയി ആടെ വീണ് ചളിപ്പോണ്ട്. എന്തെങ്കിലും സഹായിക്കാണ്. ഞാന് ഭക്ഷണം കഴിച്ചാ? ഒന്നും ഇല്ല. വീട്ടിലില്ലേ? കഞ്ഞി മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ നേർക്ക് കൈനീട്ടാനുള്ള അവസരം ഇല്ലാതിരിക്കട്ടെ. ഞാൻ ഈ അടുത്ത് നമ്മുടെ കാറ്റോട് അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയപ്പോൾ ഒരു വ്യക്തി എന്റെ നേർക്ക് വന്നു. എന്തെങ്കിലും കഴിയുന്ന സഹായം ഒന്ന് ചെയ്യാൻ, നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോ അതിനു മുന്നേ 1-2 ആളെടുത്ത് പോകുന്ന കണ്ടു. ആളാണെങ്കിലും നടക്കാൻ തീരെ വയ്യ, വളരെയധികം അവശനാണ്. ആളുടെ കയ്യിലാണെങ്കിലും ഒരു ബാഗ് ഉണ്ട്, അതുപോലെ ഒരു സഞ്ചിയുണ്ട്, ഒരു ചെറിയൊരു പാത്രമുണ്ട്. ഈ പാത്രത്തില് പൈസ, ഈ പാത്രമാണ് ഇങ്ങനെ നീട്ടിയിട്ട് ചോദിക്കുന്നത്. എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യണം. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പറ്റുന്ന ചെയ്താൽ മതി. 1 രൂപയാണെങ്കിൽ 1 രൂപ, 10 രൂപയാണെങ്കിൽ 10 രൂപ. കാരണം അദ്ദേഹം സ്ഥിരമായിട്ട് ലോട്ടറി വിറ്റ് ജീവിച്ചാണ്. ഇപ്പൊ തീരെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. മാത്രമല്ല മുൻപ് ബസ്സിനൊക്കെ പോയിട്ട് തലയടിച്ചിട്ട് തലയൊക്കെ കീറി ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടായി. അതുപോലെ തന്നെ ഇപ്പൊ നടക്കാൻ വയ്യാത്തതുകൊണ്ട് നടക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. നടന്നു പോകുമ്പം തന്നെ ഇങ്ങനെ ചാടിച്ചിട്ട് വീഴുന്ന അവസ്ഥയാണ്. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ 1 രൂപയാണെങ്കിൽ 1 രൂപ അദ്ദേഹത്തിന് കൊടുക്കുക. അദ്ദേഹത്തിന്റെ തന്നെയാണ് ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും എല്ലാം ഇതില് ചെയ്യുന്നത്. ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കൂടാളി പഞ്ചായത്തിൽ കാറ്റിയോടാണ്. കാറ്റിയോട് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. കൂടാളിക്ക് അടുത്ത് തന്നെയാണ് ആശുപത്രി റോഡ് എന്ന് പറയും. അപ്പൊ ആ വയലിലാണ് നിൽക്കുന്നത്. ആളുടെ വീടും ഇവിടെയാണ്. ആള് എന്തോ ആവശ്യത്തിന് പുറത്ത് പോയിട്ട് വരുമ്പോഴാണ് ഞാൻ വീണ്ടും കണ്ടത്. അപ്പൊ ആളുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം, ആളുടെ ആ ഒരു അവസ്ഥയും പരിചയപ്പെടുത്തണം. ഈ വരുന്ന ആളെ കണ്ടോ നിങ്ങൾ? ഇതാണ് ആള്. ആദ്യം തന്നെ നമുക്ക് അമ്പലത്തിൽ കണ്ട ഒരു കാഴ്ച കാണാം. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് അവൻ കാര്യങ്ങൾ പറയുക, അതുകൂടി കേൾക്കുക. എല്ലാവരുടെയും സഹായം ഉണ്ടാവണേ. ഈ വരുന്ന ആളെ കണ്ടാൽ നമുക്കറിയാം ആള് നോർമൽ അല്ലെങ്കിൽ എന്തോ അസുഖമുള്ള ആളാണെന്ന്. അത് ഞാനിങ്ങനെ തൊട്ട് കാണിക്കുകയോ അല്ലെങ്കിൽ കരഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യുകയോ ഒന്നും വേണ്ട. അപ്പോൾ ഇയാളുടെ ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം. പിന്നെ അവതാരകനായ ഞാൻ ഇവരെ ചേർത്ത് പിടിച്ച് കരയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളാണ് ഇവരെ സഹായിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്ന്. ധ്യാൻ പ്രശോഭ് എന്തായത്? അത് കാണിക്കാൻ വേണ്ടിട്ടാ മംഗലാപുര. അത് കുറച്ച് നരമ്പിന്റെ അസുഖമാണ്. എനിക്ക് തീരെ കഴിയുന്നില്ല. കൊറേ കാലമായി ഗുളിക കുടിക്കുന്നു. ബസ്സിന് തലയടിച്ചിട്ട് നരമ്പിന്റെ അസുഖം, ഒന്നും പണിയൊന്നും എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കണേ. ഇങ്ങനെ തലയിങ്ങനെ മുകളിലോട്ട് നരമ്പിന്റെ നടക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ എവിടെ കാണിക്കുന്നത്? മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റല്. പിന്നെ ഡോക്ടർ മിശ്രിക്ക്. മിശ്രി കണ്ണൂർക്കാരോ അല്ലേ? അല്ല, തളിപ്പറമ്പ്. അതെ, തളിപ്പറമ്പ് നമ്മളെ കണ്ണൂർ ജില്ലയാണല്ലോ. പിന്നെ അപ്പൊ ഈ വീഡിയോ ഞാൻ എന്നാലും ഇട്ടേ.
ആ ഇഷ്ടം പിന്നെ അക്കൗണ്ട് നമ്പർ 40 40 110 10 55 317. ഇത്രയും ഓർമ്മയുണ്ടല്ലേ? IFC കോഡ് KLGV 00404001. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കണേ. ഞാൻ അമ്പലങ്ങളിലെല്ലാം പോയിട്ട് ഭക്ഷണം കഴിക്കാനും അതുപോലെ എന്തെങ്കിലും 10 രൂപ കിട്ടുമെങ്കിൽ അത് മരുന്ന് വാങ്ങാനും വേണ്ടിയിട്ടാണ് ഈ അമ്പലങ്ങളിൽ സഞ്ചിയും അതുപോലെ ഒരു കപ്പും പിന്നെ ഒരു ബാഗും ഒക്കെ ആയിട്ട് പോകുന്നത്. ബാഗിൽ ഉള്ള പൈസ ബാഗിലിടാനും അതുപോലെ തന്നെ കുറച്ച് ചോറ് കിട്ടിയാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാലോ എന്നുള്ള ഇതിലാണ് സഞ്ചിയൊക്കെ എടുത്തത്. അതാണ് അവൻ പറയുന്നത്. ഈ കാലം കൊണ്ടൊക്കെ നടന്നിട്ട് പോകാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. എല്ലാവരും കഴിയുന്ന സഹായം ഒന്ന് പാവത്തിന് ചെയ്തു കൊടുക്കണം. നമുക്ക് പോകുന്നത് ചിലപ്പോൾ ഒരു 10 രൂപയോ 100 രൂപയോ ആയിരിക്കാം, പക്ഷേ അത് വലിയൊരു ഉപകാരമായിട്ട് മാറും ഈ പാവപ്പെട്ടവന്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ അവന് കൊടുത്തു. അടുത്ത ആളെയും തേടിയിട്ടുള്ള ആ ഒരു പോക്ക് കാണുമ്പോൾ തന്നെ ശരിക്കും വളരെയധികം എല്ലാവർക്കും വിഷമമുണ്ടാക്കിയൊരു കാഴ്ച തന്നെയാണിത്. അല്ല അസീസ, മുടിയെല്ലാം മുറിച്ച് നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ. അത് ബറാത്താണ്ട് പിന്നെ ഒരാള് 3-4 ആളുകൾ പിടിച്ചിട്ട് അവിടുന്ന് മലയാളീസിന് എല്ലാം മുറിച്ച് അടിപൊളിയാക്കി തന്ന്. അവിടുന്ന് മുറിക്കാൻ കഴിയുന്നില്ല. ഇതാ ഇതിപ്പോ വേറെ ആള് വാങ്ങി തരുന്ന തുണിയാ. അതെയാ? എനക്ക് കൊടുക്കാന്ന് വീഴുക. അപ്പൊ നിനക്ക് തുണിയും കിട്ടിയിട്ടുണ്ട്, പിന്നെ മുടിയും മുറിച്ച് തന്നിട്ടുണ്ടല്ലേ? ഒരാള് തന്നതാ. അവിടുന്ന് കൂട്ടി പോയിട്ട് മുടി ചപ്പ് പോലെ വെച്ച് ഇന്നലെ അവിടുന്ന് കുറച്ച് പൈസ തന്നേ. ചട്ടിക്കാറില പിന്നെ അമ്പലത്തിൽ കൊടുക്കാണ്ട് 50-100 തന്നെയാ. അതെ, എന്നാ ഒരുപാട് പൈസ ഇന്നലെ കിട്ടിയിട്ടുണ്ടാവല്ലോ. അവിടുന്ന് 1000 എത്തി. പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടാക്കിയേനി. അതെയാ? വീട്ടിൽ വരെ കൊണ്ടാക്കുകയും ചെയ്തല്ലേ? എന്തായാലും കൊറേ നടക്കാനുണ്ടല്ലോ. അങ്ങ് റേഷൻ പുഴന്ന് അടുത്തോട്ട് എന്നാ പറഞ്ഞേ. അതിനു മുന്നേ അങ്ങ് കനാൽമയുള്ള എനക്ക് നടക്കാൻ കഴിയാത്തോണ്ട് വന്ന്. രണ്ടാമത്തെ ദിവസം സിഗ്നായിട്ട് വീണിട്ട് ഞാൻ ആദ്യം ഇങ്ങോട്ടേക്ക് തന്നെ വരികയില്ല. ഇനിയുണ്ടല്ലോ, ഇനി പൈസ കിട്ടുന്ന പൈസക്ക് അരിയും സാധനമെല്ലാം വാങ്ങിയിട്ട് മര്യാദക്ക് ഭക്ഷണം കഴിച്ചിട്ട് ആരോഗ്യം ഉണ്ടാക്കുക. കുടിക്കോട്ടേക്ക് പിന്നെ പോയതാ ശരിയാക്കാൻ വേണ്ടി, ഗൂഗിൾ പേ ഇതാക്കാൻ വേണ്ടി നോക്കുമ്പോ അവിടെ തലവെച്ചിട്ട് വീണിട്ട് മൊബൈൽ ഷോപ്പിലെ ഷമീറിന്റെ അടുത്ത് കിട്ടി. എന്നിട്ട് ആക്കിയിട്ട് ഇന്നലെ ഒരാൾ ആക്കി തന്നെ അക്കൗണ്ട് നമ്പറിലാക്കിയിട്ട്. പിന്നെ നോക്കുമ്പോ വേറെ ആൾ ആടുന്ന് ഇടുമ്പോ ആകുന്നേ ഇല്ല. ഇപ്പൊ ഞാൻ തന്നെ ശരിയാക്കി. ഇപ്പൊ ഗൂഗിൾ നിങ്ങളൊന്ന് നോക്കണ ഗൂഗിൾ പേ പോകുന്നുണ്ടെന്ന്. അസീസിന്റെ വീട്ടിലേക്ക് വരുന്ന വഴി ഒന്നുകൂടി എടുക്കുക. ഇത് അവൻ വരുന്നത് ഇങ്ങനെയാണ്, ശരിക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ്. അപ്പൊ ആ ഒരു സാഹചര്യം ഇങ്ങനെ വന്നിട്ടാണ് താഴെ ഈ കുഴിയില് വീണത്. മയ്യത്തും കട്ടിലും എടുക്കേണ്ടി വരുന്ന പറയുന്നത്. ഈ വഴിയുണ്ടല്ലോ പണ്ടേ ഉള്ള വഴിയാണ്. കാരണം എന്റെ എല്ലാം കുട്ടിക്കാലം എന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് കാഞ്ഞിരോട് പോകുമ്പോ ഈ വഴിയിലൂടെയാണ്, എളുപ്പ വഴിയിലൂടെയാണ് വരാറ്. അപ്പോ അന്നൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഇത് അധികാരപ്പെട്ടവര് എന്തായാലും ഇവർക്ക് ഈ അസീസ് മാത്രമല്ല ഇവിടെ ഉള്ളത്, കുറെ വീട്ടുകാരുണ്ട്. പിന്നെ ഇവിടെ റോഡോ വാഹനം വരേണ്ട സൗകര്യം ഒന്നുമില്ലാത്ത ഒരു സ്ഥലമാണ്. പിന്നെ കുട്ടികൾക്കെല്ലാം എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ട്, എടുത്തിട്ട് ഓടേണ്ടി വരും. വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇതിലാണ് എടുത്തിട്ട് ഓടേണ്ടത്. അപ്പൊ ഇവിടെയുള്ള സ്ത്രീകൾ അധികവും ഇവിടെ വീണിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയാണ്. എന്തായാലും അധികാരികൾ ഈ ഒരു സംഭവം ഒന്ന് ചെയ്തു കൊടുക്കണം. ഇവിടെ ഒരു ലോഡ് മണ്ണിട്ടാൽ മതി എന്നാ തോന്നുന്നു. അല്ലെങ്കിൽ പാലം വാർക്കണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്യേണ്ടെങ്കിൽ അങ്ങനെ. അപ്പൊ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ചേച്ചിമാരും ഉക്കമാരും എല്ലാം ഇവിടെ വീണിട്ടുണ്ട്. ഈ കല്ലൊക്കെ ഇളയിട്ടുണ്ട്. ആ കല്ല് ചവിട്ടുമ്പോ എല്ലാം വളരെയധികം ബുദ്ധിമുട്ടാണ്. ജീവിക്കാൻ അതിയായ മോഹമുണ്ട്, പക്ഷെ അതിനുള്ള ആരോഗ്യമില്ല, ത്രാണിയില്ല. ആരോഗ്യം വേണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ക്യാഷ് വേണം. പൈസ ഇല്ലാതെ അരിയോ മറ്റു സാധനങ്ങളോ വാങ്ങാനും അതുപോലെ നല്ലൊരു ഭക്ഷണം കഴിക്കാനോ പറ്റില്ല. ഈ ഗൃഹനാഥന്റെ വീഡിയോ ആണ് നമ്മൾ എടുത്തത്. ഇദ്ദേഹത്തിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 25 കിലോ ആണ്. വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും അവശനായിട്ടാണ് ഉണ്ടായത്. ഇന്ന് വലിയ കുഴപ്പമില്ല തോന്നുന്നു. അതുപോലെ ഭക്ഷണം കഴിക്കാൻ മാന്യമായിട്ട്
ജോലി ചെയ്ത് സമ്പാദിക്കാനോ അല്ലെ ഭക്ഷണം കഴിക്കാനോ പറ്റുന്നില്ല. പക്ഷെങ്കിൽ മാന്യമായിട്ട് ഒരാളെ നേർക്ക് കൈ നീട്ടിയിട്ടാണ് ഇവൻ ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നാ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ്, അല്ലേ? അങ്ങനെയല്ലേ? ഗൂഗിൾ പേയിലായി. ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോ ഗൂഗിൾ പേ ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ട് പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് 2 പ്രാവശ്യം റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇപ്പം ഗൂഗിൾ പേ എല്ലാം ആയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാല് ഈ വീഡിയോ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഇടട്ടെ? ഇട്ടോ. ഒരു പ്രശ്നം എനിക്ക് വരില്ലല്ലോ? ഒരു പ്രശ്നമില്ല. ആദ്യത്തെ വീഡിയോ അത്യാവശ്യം വൈറലായിക്കൊണ്ടിരിക്കുമ്പോ ഒരു പ്രശ്നം വന്ന് അത് റിമൂവ് ചെയ്ത്, രണ്ടാമത്തെ വീഡിയോ ഇട്ട് കുറച്ച് സമയം, മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അത് റിമൂവ് ചെയ്യേണ്ടി വന്ന്. മറ്റൊരാളെ മുതൽ മോഷ്ടിക്കുന്നതിലും പിടിച്ചു പറിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഒരാളുടെ നേരെ കൈ നീട്ടുന്നത്? അപ്പോൾ ഈ പാവപ്പെട്ടവനെ തീർച്ചയായിട്ടും സഹായിക്കണം. സഹായിക്കാൻ പറ്റാത്തവരെന്തായാലും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ ഒരു രക്ഷയില്ല. ഇവനെ എനിക്ക് പേഴ്സണലി അറിയുന്നൊരു വ്യക്തി കൂടിയാണ്. മരിക്കുന്നതിലും നല്ലതല്ലേ ഒരാളെ നേർക്ക് കൈ നീട്ടുന്നത്? ഇപ്പൊ മാന്യമായിട്ട് കൈ നീട്ടിയാണ്. അതുപോലെ തന്നെ വൈറലായവരുടെ പിന്നാലെ പോക്കല്ല എനിക്ക് താല്പര്യം, ഇതേപോലെയുള്ള ആളെ ചേർത്ത് പിടിക്കാനാണ്. ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആള് വളരെ കുറവായിരിക്കും. അപ്പൊ ഇതേപോലെ ചേർത്ത് പിടിക്കുന്ന എനിക്കും അതുപോലെ തന്നെ ഇദ്ദേഹത്തിനും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഇദ്ദേഹത്തിന്റെ വെയിറ്റ്, അതായത് ഒരു ഗൃഹനാഥന, ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്. കുട്ടിക്ക് എത്രയിലാ പഠിക്കുന്നത്? 13 വയസ്സ്, 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ അവരെല്ലാം നോക്കേണ്ട ചുമതലയുണ്ട്. അപ്പൊ ഇതുവരെയും ലോട്ടറി ഒക്കെ വിറ്റിട്ട് എല്ലാം നോക്കി. അപ്പൊ നിങ്ങള് കഴുത്ത് വേദന എടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പൊ നിങ്ങൾ എല്ലാവരും പറ്റുന്ന സഹായം ചെയ്യാൻ, അതുകൊണ്ടാണ് രണ്ടാമത് ഇവന്റെ ചെറിയൊരു ഷോട്ട് എടുത്തിട്ട് ഇടുന്നത്. അപ്പൊ എല്ലാവരാലും കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഇട്ടാലും എനക്കൊരു പ്രശ്നം വരില്ലല്ലോ? ഇല്ല, എന്റെ ഇട്ടാ ഒരു പ്രശ്നമില്ല. ഓക്കെ. എന്നാല് അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇവന് എഴുന്നേറ്റ് നേരെ നിൽക്കാൻ പറ്റുന്നില്ല, കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവരാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാനും. അപ്പൊ സഹായം കിട്ടും കേട്ടോ? എന്തെങ്കിലും കിട്ടിയാ മതി. ഒന്നും കിട്ടിയിട്ടില്ല. ഇവൻ ചോദിക്കുന്നതും ഇതാണ്, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ തന്നാ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ്. അപ്പൊ ഈ വീഡിയോ, ബാക്കിയുള്ള വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ കാണുന്നതാണ് അസീസ്, കൂടാളിയാണ്. കൂടാളി എന്ന് പറയുമ്പോൾ കൂടാളി ആശുപത്രി റോഡിന്റെ അടുത്ത് ഒരു എത്രയാണ് 500 മീറ്റർ വയലിന്റെ കരക്കാണ് വീട്. വയലും അപ്പൊ വയലിന്റെ അടുത്ത് കുറച്ചും കൂടി അങ്ങോട്ട് പോകാനുണ്ട്. അസീസ് എങ്ങനെയുണ്ട്? ഫുള്ള് വേദന. ബസ്സിന് വില വെച്ച് കൊറേ കാലായി ഞാന് തിരിഞ്ഞു നോക്കുന്നില്ല. എനിക്ക് കാണിക്കാൻ വയ്യയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് എടുത്തിട്ട് ഇത് 10 രൂപയും 2 രൂപയും തന്നിട്ട് എങ്ങനെ ആകാനാ? അതിലെടുക്ക് പൈസയെല്ലാം കാട്ടുകൊണ്ടുപോയി. ആരാന്നറിയില്ല. എന്നിട്ട് ടി വി എല്ലാം അടിച്ചു പൊളിച്ച് പോലീസെല്ലാം വന്നു, ഇതെല്ലാം വന്ന് ഒരാളും തന്നിട്ടില്ല. മുന്നേ കൊറോണന് മുന്നേ ഇങ്ങനെ എടുത്തിട്ട് കുറച്ചാള് കൂട്ടിപ്പോയിന്. പിന്നെ ഇപ്പൊ ആദ്യമായതാ ഈ ഇറ്റിയിൽ പോയിട്ട് ഇതെല്ലാം പിടിച്ചിട്ട് ഒരട്ടടിക്ക്. അതാണ് ഇവിടെ ഇത് എല്ല് പൊട്ടി. ഇവിടെ വേദന കിട്ടുമ്പോൾ ആടെ വലിയ പോയി ആടെ വീണ് ചളിയിപ്പോണ്ട്. ഇപ്പൊ നടക്കാനൊന്നും കഴിയുന്നില്ല. എന്തെങ്കിലും സഹായിക്കാണ്. ഞാന് യൂട്യൂബിലെല്ലാം ഇട്ടിട്ട്, പക്ഷെ ഈ ഞാൻ വീണത് ആ വയലിലുള്ള വീണത് കുഴിയെല്ലാം ഉള്ള. യൂട്യൂബിലിട്ടിട്ട് പൈസ കിട്ടിയ ഒരാള് രൂപ സ്റ്റാറ്റസിൽ ഫേസ്ബുക്കിലെ കിട്ടിയ, പക്ഷെ ഒരാള് രൂപ അയച്ചു കിട്ടുന്നില്ല. ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെ മാഷന്മാരിൽ 50-100 ചെയ്യും നാട്ടുകാർ. 50 രൂപയ്ക്ക് 54 എന്നിട്ട് പിന്നെ കുടിക്കേട്ടൊക്കെ തീർച്ചയായിട്ടും പോയിട്ട് ഗുളിക വാങ്ങി കഴിക്കുക. 50 രൂപ 54 എന്ന് പറഞ്ഞാൽ 54 രൂപയ്ക്ക് 5 ഗുളികട്ട് മംഗലാപുരം ഇന്ത്യൻ ഹോസ്പിറ്റലിലാണ് കാണിച്ചിന്. ഡോക്ടർ മിശ്രിക്ക്. ഇപ്പൊ അടുത്ത ചികിത്സ എന്നിട്ട് ഇപ്പൊ 3-4 കൊല്ലം ഗുളിക വാങ്ങാത്ത. അരവിന്ദ് നട്ടെല്ലാം നമുക്ക് ചായയെല്ലാം വാങ്ങിച്ചു വെച്ചത്.
കൊറേ വട്ടം വണ്ടിയെല്ലാം ആംബുലൻസിലടിച്ച് വീണ് ഒരു വഴിയായി. ഇപ്പൊ ആരവില്ലാത്ത ചായ എന്ന് പറഞ്ഞാൽ ഒരു ചായ തിന്നാനും കഴിയില്ല. വീട്ടിലിപ്പോ ആരാ ഉള്ളത്? വീട്ടില് ഓളും ചെക്കാനും സ്വന്തമായിട്ട് വീടാക്കി ഉമ്മാന്റെ സ്ഥലത്ത്. പിന്നെ ബസ് അടിച്ചതിന് ശേഷം ആടെ റൂമിലൊന്ന് കൂടാളിൽ വന്നിട്ട് വീടാക്കി. ഇപ്പാന്ന് ആദ്യം ജാസ്തിയായ. നീ വാടക വന്നിട്ടാണ് വീടാക്കിയത്? വാടക കൊടുത്ത് ഒഴിവായി. കറണ്ടിന്റെ ഇല്ലെങ്കിൽ ഭയങ്കര. അപ്പുറത്തെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അനക്ക് മാത്രം വെള്ളക്കാർഡ്, അപ്പുറത്തെല്ലാം മഞ്ഞക്കാർഡ്. പിന്നെ ഇന്നിപ്പോ ഭക്ഷണം കഴിച്ചാ? ഇല്ല, വീട്ടിലില്ലേ? കഞ്ഞിന് വെക്കണം. അപ്പൊ ഇപ്പം കഞ്ഞിക്കെല്ലാം എങ്ങനെയാണ്? 10 രൂപയ്ക്ക് കാക്കിലോ? പിന്നെ കാക്കിലും കിട്ടുക 200 ഗ്രാം കിട്ടുക. ഇന്നത്തെ കാലത്ത് ആരും കാക്കിലോ അരിയിലും വാങ്ങും. എന്തൊരു കാശാണ്. ഞാൻ നേരത്തെ വലിയ ഓഫീസുള്ള അതുകൊണ്ടെല്ലാം മാത്രം വെള്ളം ഇരിക്കെല്ലാം ഭംഗിയ അതുപോലെ അപ്പുറത്തെല്ലാം വിരാമ ആടത്തിയ റോഡ് എന്ന് പറയാം. എന്റെ ആടെ നമുക്ക് വലിയൊക്കെ പോയി ആടെ 4 വട്ടം എനിക്ക് സോപ്പ് വെച്ചിട്ട് സോപ്പ് മാക്കിയിട്ട് കഴിയും കാലം. നിന്റെ കാർഡ് വെള്ളക്കാർഡാ? പൈസക്കാരന്റെ കാർഡ് അല്ലെ? അപ്പുറത്തെല്ലാം പറഞ്ഞ ആളെല്ലാം കുറച്ച് ഇഷ്ടംപോലെ സ്വത്തുണ്ട്. പിന്നെ എല്ലാം അപ്പുറത്തെല്ലാം വിരാമം തനക്ക് പിന്നെ തലയാക്കി പോയിട്ട് ഒന്നും ചെയ്യാക്കിട്ടൊന്നുമില്ല. എനിക്കിപ്പോ ടെൻഷനും ഇല്ല. ബോണസ് കിട്ടും. ഞാൻ 4027 കിട്ടിയില്ല. പിന്നെ 6000 കിട്ടിയില്ല. ഇപ്പൊ 7000 കിട്ടിയില്ല. ബാങ്കിൽ പോയപ്പം വന്നിട്ട് നാടെ വിളിച്ചാൽ തന്നെ ചീത്ത പറയുന്നു. സ്ഥലത്ത് കണ്ട് കൊറേ കണ്ട് എന്നിട്ട് ആടെ പോലീസുകാരെല്ലാം കൂടി തന്നെ അടിച്ചത് ഇന്നലാളാന്നും പറഞ്ഞു. എന്നെ അടിക്കാനാ? ഈ എന്തെങ്കിലും അടിക്കാനുള്ള രൂപം ഉണ്ടാവില്ല. വീടിന്റെ മൂസാക്കാന്റെ വീട് പട്ടീന്റെ പോലെയാണ് തന്നെ കൂടാളി ഉണ്ടാവില്ല, കാണുന്നില്ല. ആടുന്ന് തന്നെ ചീത്തയിലും പറഞ്ഞിങ്ങനെ ഒരാള് കള്ളും കുടിച്ച് എന്റെ പൈസയും കുടിച്ചിട്ട് ആടെ അടിച്ചിട്ടാണ് ഇട്ട് പിന്നെ തിരിച്ചത്. സ്ഥലത്തേക്കെല്ലാം വരാതിട്ട് എനിക്ക് മാത്രം വെള്ളക്കാർഡ. അനക്ക് അരി കിട്ടുന്നില്ല. 10 രൂപയ്ക്ക് 200 അരിയെ കിട്ടും വാങ്ങിയിട്ടാണ് കഞ്ഞി കുടിക്കുന്നത് ഓരോ ദിവസം. ഒരേ വീട് തന്നെയാണ്. ഇതാ വെറുതെ പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ച് ആളുകൾ പോലീസുകാർ കുറെ വട്ടം വരാതെ എടുത്ത് ഫാക്ടറിയിൽ വീണിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരാളും തന്നിട്ടില്ല. ഗുളിക തീർന്നേരം നമ്പർ ഫസ്റ്റ് ചെയ്തിട്ട് തന്നിട്ടില്ല. കള്ളാസം കാര്യമുണ്ട്. ഒരു ദിവസം പോലീസ് ഇതൊട്ട് കാഞ്ഞോട് പോയിട്ട് അങ്ങനെ പറഞ്ഞ് ഗുളികയില്ല, പൈസ കൊടുത്ത് ഗുളികയുടെ വീട്ടിൽ നിന്ന് അങ്ങനെ എത്ര ആള് കൊറോണ പിടിച്ച് ആവുന്നുണ്ട്. പോയി ചാടാന്നൊരു 4 ഒറ്റ ഇതില് ഉള്ള സത്യം തന്നെയാണ് പറയുന്നത്. അതല്ല സാരിയിലോട് നിനക്ക് പുരുഷോട്ടൊക്കെ കുടിച്ചോട്ടൊക്കെന്നാണ് ഗുളികെടുത്ത് ഫയറിന്റെ അടുത്ത്. എന്നിട്ട് അതിന് 10 മിനിറ്റൊക്കെ എന്നിട്ടാണ് പൈസയും കഴിച്ച ഗുളിയില്ല. വീട്ടിലെന്ന് പറയാം കൊറോണ പിടിക്കുക. എനിക്ക് ഇവിടെ കൂടാളിന് ക്ഷീണിട്ട് പിന്നെ അപ്പുറത്തെ പുയാപ്പിളെ അരച്ച ഗുളിക കൊണ്ട് തന്നെ പോരാത്തതിന് എന്താ ആടിന് കള്ളും കുടിച്ചിട്ടടി. എന്തിനാ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അടിക്കുന്നു? അതിന്റെ പൈസ പിടിച്ചിട്ട് പിന്നെ കൊറോണന് മുന്നേ വീടിങ്ങനെ പിടിപ്പിച്ച് എന്നിട്ട് അവര് ഒരിക്കൽ പോയി. ശരിക്കും എനിക്ക് എന്താണ് പറ്റിയ? ആദ്യങ്ങൾ എന്താ അതിങ്ങനെ പണ്ട് വസച്ചവർക്ക് ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ അന്ന് വീട് ഓരോ ഇപ്പാന്ന് നല്ലോണം നല്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് കാണുമ്പോൾ ചിലപ്പോ ആൾക്കാർ വിചാരിക്കും മദ്യപിക്കുന്നുണ്ടോ ഒന്നുമില്ല. ഇത് ഇങ്ങനെ നരമ്പിന്റെ അസുഖം. മംഗലാപുരം ഡോക്ടർ മുസ്ലിക്കിന്റെ അടുത്താണ് പോയി കാണിക്കാൻ. എന്നിട്ട് സുഖായതാ. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ നോക്കി ഓരോ നിൽക്കുന്നു. ഇങ്ങനെ തിരിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാം പോയി. അതാണ് ഇങ്ങനെ
ചങ്ക് മേലോട്ട്. അനക്ക് എന്തെങ്കിലും ഒരു 10 രൂപ എന്തെങ്കിലും ഇട്ടത് അനക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് എന്റെ ഈ രോഗം എങ്ങനെയൊന്ന് മാറ്റി തന്നാ മതി. മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റലിൽ പോവാനാ. ആടുകാണ് സ്ഥിരമായിട്ട് കാണിക്കുന്നു. അടുത്ത ഗുളിയാണ് ഇപ്പോഴും കുടിക്കുന്നുണ്ട്. എത്രയൊക്കെ 3-4 കൊല്ലായി ഗുളി തന്നെ കുടിക്കുന്നുണ്ട്. ഇപ്പൊ പൈസയൊന്നുമില്ല. ഗുളിക കുടിക്കാന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാനൊന്നും തിന്നാനും കഴിയുന്നില്ല. 10 രൂപയ്ക്ക് 200 ഗ്രാം അല്ല 25 ഗ്രാം അരി വാങ്ങുക, കഞ്ഞി വെച്ചിട്ട് കുടിക്കുക. പിന്നെ നീ ഇടക്കിടക്ക് പോകുന്നു പറഞ്ഞു. അതുപോലെ അത് ഞാന് താറ്റയുടെ അമ്പലത്തിൽ പോയിട്ട് രാത്രിയല്ല കുറച്ച് ചോറ് തിന്നിട്ട് വൈകുന്നേരം 5-5:30 മണിയോളായിട്ടുണ്ടാവും. കറണ്ടെങ്കിലും ഇല്ല. നോക്കുമ്പോ ഇതാ അടിച്ചിട്ട് ഇതാ പാലത്തിന് ഇരട്ടി ഒരു താല. എന്നിട്ട് താഴെ വീണു. താഴെ ഇതിന്റെ അകത്ത് പൂണ്ട് ഇതാ നിലവില്. അന്റെ വരിക ദൂരെ വരിക അപ്പുറത്തെല്ലാം എല്ലാം ഇതായിരുന്നു. ദൂരെ മാത്രം ഒന്നും ശരിയാക്കിയില്ല. കൊറേ വട്ടം പോയി തന്നെ ഒരിക്കൽ സോപ്പിന് കടന്നിട്ട് താഴെ പിന്നെ കൈയെല്ലാം മുങ്ങി കണ്ണൂര് ഗവൺമെന്റ് ഓഫീസില. അപ്പൊ ഈ ഒരു കുഴി മൂടണം അല്ലെ? അത് നിർബന്ധമായിട്ടും മൂടണം അല്ലെ? മെമ്പറെല്ലാം വന്ന് നോക്കിയിരുന്നു, പക്ഷെ ഒന്നും ചെയ്തൊന്നില്ല. കൂടാളി പഞ്ചായത്ത് ശൈമിച്ചെല്ലാം പറഞ്ഞ് ശരിയാക്കാന്ന്. പിന്നെ മെമ്പർ കൃഷ്ണേട്ടന്, പക്ഷെ ഇവിടെ ഒന്നും ചെയ്തു തന്നിട്ടൊന്നുമില്ല. അതാ നോക്കറ അധികാരപ്പെട്ടവര് ഈ ഒരു കാഴ്ച കാണുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇതൊന്ന് ശരിയായി കൊടുക്കണം. കാരണം നടന്നു പോകുന്ന ഒരു വഴി കൂടിയാണ്. തീരെ വയ്യാത്ത ഫുള്ള് കൊയ്യാണ്ടാ നോക്കട്ടെ ഏറ്റവും പൊട്ടിയിട്ട്. സീസ് എന്ന് പറഞ്ഞ ഇവരുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന ഈ കൂടാളി പഞ്ചായത്തിലെ താറ്റിയോട് എന്ന പ്രദേശത്ത് ഈ വയലിലൂടെ നടന്നു പോകുന്ന വഴി ഈ അസീസിനെ ഒരുപാട് ആൾക്കാർക്കൊക്കെ അറിയുന്നതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലൂടെ ആ വരമ്പിൽ ഇതാണ് അവസ്ഥ. ഇതിലൂടെ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഈ ഒരു അവസ്ഥ ഒരു വർഷങ്ങൾ തന്നെ ആയി. പക്ഷെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു ഇടപെടലിലൂടെ കാണുന്നില്ല. ദയവായി നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ ഈ കൂടാളി പഞ്ചായത്തിലെ അധികാരികപ്പെട്ട ആൾക്കാർ ഇതൊന്ന് കാണുകയും ഇതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ അസീസ് എന്ന് പറഞ്ഞ ആളാണ് ഈ വഴി ഇങ്ങനെ നമ്മുടെ ഈ കൂടാളി പഞ്ചായത്തിലെ ഈ കാറ്റിയുടെ ഈ വയൽക്കരയിൽ ഈ കുഴിയിലാണ് ഇദ്ദേഹം വീണ്ടും അവശനായി ഒരു രോഗിയായി വീണ്ടും മാറാനുള്ള ഒരു പ്രധാന കാരണം കൂടിയാണ്. ഇദ്ദേഹത്തെ കൂടാതെ ഇദ്ദേഹത്തിന് പറ്റുന്ന എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ അസീസ് എന്ന് പറഞ്ഞ ഈ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പറൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം, എന്തായാലും ഒരു രൂപയായാലും കഴിയുന്ന സഹായം ഇദ്ദേഹത്തിന് ചെയ്തു കൊടുക്കണമെന്ന് നമ്മുടെ ഭാഗത്ത് നിന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു ചെറിയ സഹായവും ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വലിയൊരു സഹായം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്തുള്ള ഈ വയലിന്റെ കരക്കുള്ള ഈ യാത്രാ പ്രശ്നം കൂടി കൂടാളി പഞ്ചായത്തിലെ അധികാരപ്പെട്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അവസരത്തിൽ അസീസിൻ്റെ ഈ ഇരിപ്പ് കാണുമ്പോൾ തന്നെ ശരിക്കും കരളലിഞ്ഞു പോകും. അങ്ങനെയുള്ള അവസ്ഥയാണ് അസീസിൻ്റെ. എഴുന്നേറ്റ് നടക്കാനും പറ്റില്ല, വിറച്ചിട്ടാണ് നടക്കുന്നത്. അതുപോലെ ഇടയ്ക്ക് തല കറങ്ങിയിട്ട് വീഴും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അസീസിൻ്റേത്. നല്ലവരായ നാട്ടുകാർ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അസീസിന് നല്ലൊരു സഹായം ചെയ്യണം. ഈ വീഡിയോ വീണ്ടും എഡിറ്റ് ചെയ്തിട്ടിടുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അസീസിൻ്റെ ഗൂഗിൾ പേ നമ്പർ ശരിയായിട്ടില്ല, ഇപ്പം ശരിയായി. അത് പോരാണ്ട് മറ്റ് ചില പോർഷൻസ് എല്ലാം കട്ട് ചെയ്യേണ്ടി വന്നു. അതുപോലെ ഈ വഴി എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ള വഴിയാണ്. എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് എൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് കാഞ്ഞിരോട് പോകാൻ വേണ്ടിയിട്ട് ഇതുവഴിയാണ് പോകാറ്. അതുപോലെ തന്നെ ഒരുപാട് സ്കൂൾ കുട്ടികൾ, കൂടാളി ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇതിൽ ഷോർട്ടായിട്ട് കൂടാളി എത്താൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ റൈറ്റിൽ ഇങ്ങനെ തോടുണ്ട്, ലെഫ്റ്റിൽ വലിയൊരു കുഴിയും, ആ കുഴി കടക്കണ്ടിക്ക് ഇത്രയും കല്ല് ഉണ്ട്. അപ്പോൾ ചില സമയത്തുള്ള അസീസ് ലേറ്റായി വരുമ്പോൾ എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അസീസിന് വീട്ടിലേക്ക് വരാൻ വേറെ വഴിയില്ല. ഇത് കുറേ വണ്ടി വരാനുള്ള വഴിയില്ല. അങ്ങനെയുള്ള വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു
കക്ഷിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ റേഷൻ കടയിലെല്ലാം പോയിട്ട് അരി വാങ്ങിയിട്ടെല്ലാം വരേണ്ട വഴിയാണ് ഇത്. അസീസിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അസീസെ, എങ്ങനെയാണ് ഇതിൽ വീഴാതിരിക്കുക? ഇത് എങ്ങനെയാണ് നമുക്ക് തന്നെ ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ കേറി ഇങ്ങനെയാണ് പോക്ക്. അതെയല്ലേ, സാധാരണ ഒരാൾക്ക് തന്നെ ഇതിൽ പോകാൻ പറ്റുന്നില്ല. ഈ ഒരു കല്ല് കണ്ട ആ വഴി, ആ ദുരന്ത വഴി കടന്നിട്ട് വേണം അസീസിന്റെ വീട്ടില് ഇങ്ങോട്ട് വരാൻ. ഇത് അസീസിന്റെ ഒറ്റക്കാര്യമല്ല, അടുത്തുള്ള വീട്ടുകാരെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ പ്രശ്നം സീരിയസ് ആയിട്ട് നമ്മൾ ശരിക്കും അസീസ് പറയുമ്പോൾ ഇത്രയൊരു കാര്യമാക്കിയിട്ടില്ല. ശരിക്കും ഇത് അധികാരപ്പെട്ടവർ സീരിയസ് ആയിട്ട് എടുക്കണം. ഒരു വഴി തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. ഇതാണ് ഈ കാണുന്നതാണ് അസീസിന്റെ വീട്. ഇതാണ് അസീസിന്റെ വീട്. അസീസ് ഇങ്ങനെ വന്ന് നിന്റെ അക്കൗണ്ട് നമ്പറും അതുപോലെ എല്ലാം ഒന്ന് പറഞ്ഞോട്ടെ. അക്കൗണ്ട് നമ്പർ 404010553117. IFSC കോഡ് KLGB 0040401. പിന്നെ ഗൂഗിൾ പേ ഉണ്ടാ? 7907350447. അപ്പൊ അസീസിന്റെ ആരോഗ്യസ്ഥിതി ഇതാണ്. നമ്മൾ വഴിന്റെ പറഞ്ഞു ദുർഘടം പിടിച്ച വഴിയാണ്. അപ്പൊ ആ വഴിയിലൂടെ ഇങ്ങോട്ട് വീട്ടിലേക്ക് എത്തേണ്ടതും പിന്നെ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ജീവിതത്തിന് അസീസിന് നല്ലൊരു സഹായം വേണം. പിന്നെ ചികിത്സാ സഹായം വേണം. അപ്പൊ സുമൻസുകൾ തീർച്ചയായിട്ടും കനിയണം. അല്ലേ ഷാജി? അതാണ് വേണ്ടത്. കാരണം ഈ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഒരു സമയത്ത് പറയാൻ പറ്റില്ല. മനുഷ്യനാണ്. അതുകൊണ്ട് നിങ്ങളെ കഴിയുന്നൊരു സഹായം. ഈ മനുഷ്യന് ഇനി ഒരു ജോലി എടുത്തിട്ട് മറ്റേ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു കാലത്ത് നല്ല ആളായിരുന്നു, പക്ഷെ ഇപ്പോൾ കഴിയുന്നില്ല. വളരെ അവസ്ഥയാണ്. നിങ്ങളൊക്കെ ഒരു സഹായം ഉണ്ടെങ്കിൽ ഈ മനുഷ്യനെ മുന്നോട്ട് പോകാൻ പറ്റും. എല്ലാവരും അസീസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. കഴിയുന്ന സഹായം. ചെറിയൊരു നിവൃത്തി ഉണ്ടെങ്കിൽ എന്തായാലും ലോട്ടറി ഇട്ടിട്ട് ജീവിക്കും. അപ്പൊ ആ ഒരു അവസ്ഥ പോലും ഇല്ല. ആരോഗ്യസ്ഥിതി വളരെ വീക്കായതുകൊണ്ടാണ്. എന്തായാലും എല്ലാവരുടെയും സഹായം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. അസീസിന്റെ മാത്രം നമ്പറാണ് എന്റേതോ ഷാജിന്റെ യാതൊരു നമ്പറും ഇല്ല. അപ്പൊ നിങ്ങൾ അയക്കുന്ന എന്തെങ്കിലും 1 രൂപയാണെങ്കിൽ 1 രൂപ, 10 രൂപയാണെങ്കിൽ 10 രൂപ, എന്താ ചെയ്യുന്നു അത് അസീസിന് മാത്രമുള്ളതായിരിക്കും. കൂടുതൽ ഒന്നും പറയാനില്ല അല്ലെ. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹായിക്കുക. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയിട്ടുണ്ട്, ഇവൻ ലോട്ടറി വിറ്റ് ജീവിച്ചോളൂ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് അസീസിനെ സപ്പോർട്ട് ചെയ്യണം. ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യണം. സഹായം ചെയ്യാൻ പറ്റാത്ത ആൾ ഒന്ന് ഷെയർ ചെയ്ത് അസീസിനെ സപ്പോർട്ട് ചെയ്യണം. വളരെയധികം കഷ്ടമാണ്. എനിക്ക് പേഴ്സണലി എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അത് നമ്മൾ ഷോർട്ടായിട്ട് വരുന്നത് ഈ വഴിയാണ്. അപ്പോൾ ഈ ദുർഘടം പിടിച്ച ഈ വഴിയിലൂടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഒന്ന് കല്ലിലേക്ക് ചവിട്ടി, അയ്യോ ഇതാണ് അവസ്ഥ.